ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ ഷാനവാസിൻ്റെ ഓരോ പ്രവൃത്തിയിലും വളരെയധികം തന്നെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഷാനവാസിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ആണെങ്കിൽ ഷാനവാസിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് വണ്ടറടിച്ച് നിൽക്കുന്നതും ആശങ്ക ഉയർത്തുന്നതെല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ഒരു കാര്യമാണല്ലോ, ഒരു പാൽ പാക്കറ്റ് വീണതിന് ശേഷമാണ് ഷാനവാസിന് വലിയ രീതിയിൽ തന്നെയുള്ള ഒരു കാര്യങ്ങൾ സംഭവിച്ച് ഹൗസിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണെങ്കിൽ കൂടിയും നമ്മളെല്ലാം വിചാരിക്കുന്നത് ഷാനവാസ് ഓരോ ടാസ്കിലൊക്കെ ഭയങ്കര അതിൽ തന്നെ മാറി നിൽക്കുമെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ആര്യനൊക്കെ എങ്ങനെയാണോ ഗെയിം കളിക്കുന്നത് ആ രീതിയിലാണ് ഷാനവാസ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര അധികം തന്നെ അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് ഇപ്പോൾ. അപ്പോൾ ഹൗസിലുള്ള കണ്ടസ്റ്റൻസിനാണെങ്കിൽ ഒരു കൺസേൺ ഉണ്ട് ഷാനവാസ് ഇങ്ങനെ ഗെയിം കളിക്കുന്നതിലാണെങ്കിലും. ഇപ്പം തന്നെയാണെങ്കിലും 2 ഇൻസിഡൻ്റാണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ സാബുമാനായിട്ടുള്ള ഒരു പിടിവലിയിൽ നല്ല രീതിയിൽ തന്നെ പിടിവലി ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് ടാസ്ക് അവസാനിച്ചതിന് ശേഷം പെഡസ്റ്റൽസ് എല്ലാം തന്നെ കൊണ്ടുപോയി ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയയിലോട്ട് കൊണ്ടുപോയി സ്റ്റോർ റൂമിലോട്ട് കൊണ്ടുവെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണെങ്കിലും ഷാനവാസ് 2 ഞാൻ പിടിച്ചോളാടാ എന്ന് പറഞ്ഞിട്ട് 2 പെഡസ്റ്റലിൽ ഒരുമിച്ച് പിടിച്ചുകൊണ്ട് പോകുന്ന ഷാനവാസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അനീഷാണെങ്കിലും ചോദിക്കുന്നുണ്ട്, ഷാനവാസ് ഇത് പ്രശ്നമല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പം അക്ബർ പറയുന്നുണ്ട്, നിങ്ങൾ അയാളെ രോഗിയാക്കാതെ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പം ഷാനവാസ് ഇങ്ങനെ ചെയ്യുന്നതിൽ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു പേടിയുണ്ട്. പക്ഷേങ്കിൽ ഇതിലൊരു കൂസലും ഇല്ലാത്ത രീതിയിലാണ് ഷാനവാസ് നടക്കുന്നത്. എന്നാലോ നെവിനാണെങ്കിൽ ഇപ്പോഴും ആ ശിക്ഷ അനുഭവിച്ച് ഒരു 3.5 ലക്ഷമോ ഒരു 10 രൂപ പോലും കിട്ടാത്ത അവസ്ഥയിലാണ് നെവിൻ ഇപ്പോൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് നടക്കുന്നത്. സത്യത്തിൽ ഇവിടെ ആർക്കാണ് പ്രശ്നം? ലൈവ് കണ്ടവരാണെങ്കിൽ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക.